നിങ്ങളിപ്പോൾ ബിഗ് ബോസിന്റെ ലൈവ് കാണുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്ന് ജെന്യൂൻ ആയിട്ട് കമന്റ് ചെയ്യുക. കാരണം എനിക്ക് കാണണോ വേണ്ടയോ? എനിക്ക് നെവിന്റെ ഈ ഒരു ബിഹേവിയർ ഒക്കെ കാണുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ അതൊന്ന് സ്കിപ്പ് ചെയ്ത് കളയാൻ തോന്നുവാണ്. എഗെയിൻ ഷാനവാസ് 24 മണിക്കൂറത്തേക്ക് ഇനി ഒബ്സർവേഷൻ ആണെങ്കിൽ വരില്ല, ഇപ്പൊ എന്തായാലും വരില്ല. തിരിച്ചു വരുന്നതിനെ കുറിച്ച് ഉറപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയത്തുമില്ല. അപ്പം അനുമോളും ആദിലയും നൂറയും സ്വാഭാവികമായിട്ടും അത് പറയുന്നുണ്ട്. ഒന്നുമില്ലെങ്കിലും ഷാനവാസക്കയുടെ വീട്ടുകാർ ഇത് കാണുന്നതല്ലേ, അപ്പോൾ അവരൊക്കെ എങ്ങനെയായിരിക്കും ഇത് സഹിക്കുന്നത്, അവരെ കൊണ്ട് ഇത് സഹിക്കാൻ പറ്റുമോ, എന്തായിരിക്കും പുറത്തിപ്പോൾ എന്തായിരിക്കും എന്നൊക്കെ അവരിങ്ങനെ ചിന്തിക്കുകയാണ്. അത് ഒരു പരിധി വരെ നമ്മളിത് ചിന്തിക്കണം. അതായത് പുറത്ത് ഒരു ലോകം നിങ്ങളെ നോക്കി കാണുന്നു എന്ന് ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, ചെയ്യുന്ന പ്രവർത്തികൾ അത് കാണിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇവിടെ വന്ന ആ ഒരു സമയം തൊട്ടേ ഇപ്പൊ എല്ലാവരും പറയാറുണ്ട് ഇമേജ് കോൺഷ്യസ് ആയിട്ട് കളിക്കുന്നു, അനുമോള് ഇമേജ് കോൺഷ്യസ് ആണ്, അനുമോള് പ്ലാൻ ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന്. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ഇമേജ് കോൺഷ്യസ് ആവുക എന്നുള്ളതിന് 2-3 അർത്ഥങ്ങളുണ്ട്. ഒന്നുകിൽ താൻ എപ്പോഴും നല്ലതാണെന്ന് നാട്ടുകാർ പറയണം, അതിനകത്ത് അത് മാത്രമാണ് പറയുന്നതെന്ന് പറയാൻ ഒക്കില്ല. അതായത് അനുമോളിന് ഇപ്പം തുടക്കം തന്നെ ജിസേല്, ആര്യൻ ഇവര് ബെഡിനകത്ത് എന്ത് ചെയ്തു, ബെഡ്ഷീറ്റിനകത്ത് എന്ത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ അനുമോളെ പുറത്ത് എന്തായിരിക്കും ആൾക്കാർ പറയുന്നത് എന്നതിനെ കുറിച്ച് അനുമോൾക്ക് ഒരു ധാരണയും ഇല്ല. അത് പോസിറ്റീവ് ആയിരിക്കോ നെഗറ്റീവ് ആയിരിക്കോ, ആൾക്കാർ നെഗറ്റീവായിട്ട് എടുക്കാനാണ്, ഒരു സദാചാരം കാണിച്ചു എന്ന് തന്നെയായിരിക്കും ആൾക്കാർ പറയുക എന്നൊക്കെ ഊഹിക്കാം. അങ്ങനെയാണ് ഇവിടെ ഏറ്റവും കൂടുതലും അനുമോൾക്ക് അതിനകത്ത് നെഗറ്റീവ് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ പിന്നെ ഇമേജ് കോൺഷ്യസ് ആയിട്ടേ അവിടെ അനുമോൾ നിന്നിട്ടുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു പരിധി വരെ ഈ പറയുന്ന കണക്ക് സൂക്ഷിച്ചും കണ്ടും നിൽക്കുക എന്ന് പറയുന്ന ഒരു കാര്യം അനുമോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എത്ര പ്രൊവോക്ക് ചെയ്ത് നമ്മുടെ അടുത്തോട്ട് വന്നാലും, അതാണ് ബിഗ് ബോസിന്റെ ഗെയിമിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് ഈ 100 ദിവസം വേറെ ഒരു പുറത്തുനിന്നുള്ള ഒരു ഇന്ററാക്ഷൻസ് ഒന്നും ഇല്ലാതെ നമ്മുടെ സ്വഭാവം ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം മലയാളികൾക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന എത്ര പേരാണോ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോ കാണുന്നത് അത്രയും പേരുടെ മുന്നിലേക്ക്, അതുപോലെ തന്നെ ഒരു മഹാനടന്റെ മുന്നിലേക്ക് നമ്മുടെ സ്വഭാവം ജഡ്ജ് ചെയ്യാൻ വേണ്ടി ഇട്ടുകൊടുക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഷോ എന്ന് പറയുന്നത് ഒരു ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷോയാണ്. അപ്പോൾ ജഡ്ജ് ചെയ്യുന്നത് ഏത് ലെവലിലായിരിക്കും എന്നുള്ളത് അവിടെ നിൽക്കുമ്പോൾ പറയാൻ കഴിയത്തില്ല. പക്ഷേ ഒരു പരിധി വരെ നമ്മളെ കൺട്രോൾ ചെയ്തേ പറ്റൂ. ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുക, ദേഷ്യത്തെ കൺട്രോൾ ചെയ്യുക, അതുപോലെ തന്നെ നമുക്ക് നേരെ എന്ത് സംഭവിച്ചാലും നമ്മൾ അതിൽ പ്രതികരിക്കുന്ന ഒരു രീതിയുണ്ട്. ആ കണക്കിനൊക്കെ നോക്കുവാണെങ്കിൽ അനുമോളെയൊക്കെ പൂവിട്ട് പൂജിക്കണം. കാരണം എന്ന് വെച്ചാൽ സഹിച്ച് നിൽക്കുന്നുണ്ട്, ഇറങ്ങി ഓടേണ്ട സമയം കഴിഞ്ഞു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ളത് അന്ന് രാത്രി ഒരു വേട്ടപ്പട്ടിയെ പോലെ ആ നെവിൻ അനുമോളുടെ പിന്നാലെ കിടന്ന് നോക്കിയില്ലേ, ആ ഒരു ദോശ പിച്ച് പറിക്കാണ് താന്ന് പറഞ്ഞിട്ട് ആ ഒരു അഗ്രസീവ്നെസ് കണ്ടപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട് അതിനകത്ത് ഒരു ഫണ്ണും ഇല്ല. എന്നിട്ട് അത് നോക്കിക്കൊണ്ട് നിന്ന കുറെ എണ്ണം ഉണ്ടായിരുന്നു. അത് നോക്കിക്കൊണ്ട് നിന്നിട്ട് അക്ബർ പറഞ്ഞത് അനുമോൾക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് അനുമോള് ദോശ എടുത്ത് വായി തിരികെ കയറ്റി എന്ന് പറഞ്ഞിട്ട് അക്ബർ വളരെ ചീപ്പായി പോയി. ഇപ്പം അതിലും വൃത്തികെട്ടൊരു സംസാരം, എനിക്കത് കേട്ടിട്ട് ഇതൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നതെന്ന് തോന്നിപ്പോയി. അതായത് ആ ഒരു ടാസ്കിന്റെ ടൈമിൽ, അതായത് ആ ഒരു ടിക്കറ്റ് ഫിനാലയുടെ 5ാമത്തെ ഘട്ടം നടക്കുന്ന സമയത്ത് നെവിൻ ഭയങ്കര കോൺഷ്യസ് ആയിട്ട് സീരിയസ് ആയിട്ട് എന്തോ സംഭവിച്ച പോലെയൊക്കെ നിന്നേ. അതങ്ങോട്ട് കഴിഞ്ഞ് എല്ലാം അങ്ങോട്ട് മാറി ഫുഡൊക്കെ അങ്ങോട്ട് എടുത്ത് കഴിക്കാൻ അങ്ങോട്ട് തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ അതിനുശേഷം നെവിന്റെ ബർത്ത്ഡേക്ക് എന്തൊക്കെ നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കും, നിങ്ങളൊക്കെ വരുമോ, നിങ്ങളൊക്കെ എങ്ങനെയാ സർപ്രൈസ് ചെയ്യാൻ പോകുന്നേ. അപ്പൊ അക്ബറും കൂടെ കൂടിയിട്ട് പറയുന്നുണ്ട് ഞാൻ സ്റ്റോറി ഇടാം, എന്റെ സ്റ്റോറി തന്നെ ഏറ്റവും വലിയ സംഭവമാണ് എന്ന് പറഞ്ഞ് അക്ബർ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അക്ബർ അടുത്തൊരു ഉപദേശം കൊടുക്കുകയാണ്, നീ ഒരു കാര്യം ചെയ്യടാ, ആ മറ്റുള്ള ബീച്ചിലൊക്കെ ഉണ്ടല്ലോ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് സെൽഫായിട്ട് തന്നെ എഴുതി ഒരു കാർഡും പിടിച്ചോണ്ട് ജട്ടിയിട്ട് ഓടിക്കോളാൻ. അത് പറഞ്ഞ് അത് കേൾക്കുന്ന ടൈപ്പാണ് നെവിൻ അങ്ങനെ തന്നെ ഓടും. അങ്ങനെ ഓടിക്കോന്ന് പറഞ്ഞിട്ട് ഇത് പറയുകയാണ്. അപ്പം നെവിൻ അതൊക്കെ വലിയ ഫണ്ണായിട്ട് എടുക്കുകയാണ്. ആ ഒരു സമയത്ത് അവിടെ അനുമോള് കുറച്ചു മുന്നേ അങ്ങോട്ട് അനുമോളും ആദിലയും നൂറയും കൂട്ടി ഇങ്ങോട്ട് പറയുന്നതേ ഉള്ളൂ, ഷാനവാസിക്കയുടെ കാര്യം കഷ്ടമായി പോയി, ഈ ഒരു ആഴ്ച നോമിനേഷനിൽ പോലും ഇല്ലായിരുന്നു, അടുത്ത ആഴ്ച ഈസി ആയിട്ട് ഉണ്ടാവേണ്ടതായിരുന്നു, അടുത്ത വീക്കിൽ ഇവിടെ ഉണ്ടാവേണ്ടതായിരുന്നു എന്നൊക്കെ ഇരുന്ന് പറയാണ്. ഇനി എന്തായിരിക്കും അതിന്റെ കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നെവിൻ അതൊക്കെ വിട്ടു.
നെവിൻ ഇപ്പൊ ബർത്ത്ഡേക്ക് അവര് വിഷ് ചെയ്യുന്നതും ജട്ടയിട്ട് ബീച്ചിൽ കൂടെ ഓടുന്ന കാര്യം അത് കേട്ടുകൊണ്ടുള്ള രസിക്കലും ഒക്കെയാണ് അവിടെ നടക്കുന്നത്. അതാ ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യമേ ചോദിച്ചത്, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഞാൻ ഓൾറെഡി ഇന്നത്തെ ദിവസം ആദ്യം ഒരു വീഡിയോ ഇട്ടത്, അതേ 2 ദിവസമായിട്ട് ഞാൻ വീഡിയോ ചെയ്യാൻ തന്നെ താല്പര്യമില്ല. കാരണം വെച്ചാൽ ഏത് നേരവും ഇത് തന്നെയാണ്, അങ്ങോട്ട് അടിക്കുന്നു ഇങ്ങോട്ട് അടിക്കുന്നു, അങ്ങോട്ട് വഴക്കുണ്ടാക്കുന്നു ഇങ്ങോട്ട് വഴക്കുണ്ടാക്കുന്നത്. ഒരു പീക്ക് എത്തുമ്പോഴത്തേക്കും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തല കറങ്ങും, ഇത് എന്തുവാ ഭ്രാന്ത് പിടിക്കും. ഈ ഒരു അവസ്ഥയാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു സീസൺ മാത്രമാണ് ഇത്രയും ചീപ്പായിട്ടുള്ള കുറേ കാര്യങ്ങൾ കൊണ്ടുവന്നതെന്ന് തോന്നുന്നു. കുറച്ച് സ്റ്റാൻഡേർഡ് ഇല്ലാത്ത കുറേ വഴക്കുകളിലേക്ക് എത്തിയത് ഈ ഒരു സീസണിലാണ്. അങ്ങനെ മാസ് ഡയലോഗ് ഒന്നും പറയാൻ പാകത്തിനൊന്നും ആർക്കും ഒരു ഡയലോഗും ഇല്ല. എല്ലാം അല്പസ്വല്പം ഒക്കെ ഉള്ള കാര്യം. അങ്ങനെ മാസ് ഡയലോഗ് കൊണ്ടുവരാൻ നോക്കിയത് പോലും വൃത്തികെട്ട ഡയലോഗുകളാക്കി മാറ്റി. ലക്ഷ്മിയുടെയൊക്കെ കേസാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത്തരത്തിൽ കൊണ്ടുവന്നു. എന്തായാലും ശരി, ഈ ഒരു സീസൺ അങ്ങ് തീർന്നു കിട്ടിയാൽ മതി എന്നൊരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്നുള്ളത് എഴുതുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണണമെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഞാൻ പോയി വരാം. ബൈ.